എല്ലാ ഇബാദത്തുകളും ഈ മഹാന്മാർ വഴി അള്ളാഹുവിലേക്ക് ചെല്ലും. നേർക്ക് നേരെ നമ്മൾ അള്ളാഹിനെ വിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല പ്രവാചകന്മാർ. കാരണം അള്ളാഹ് അതൊരു വഴിയായി സ്വീകരിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹ് ഒരു വഴിയായി സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു കാര്യം അള്ളാഹുലേക്ക് ചേർത്ത് പറഞ്ഞതിനെ കുറിച്ച് അള്ളാഹ് ചോദിക്കണം. ഇവർ പറയുന്നത് ഇവർ അള്ളാഹുവിങ്കിൽ ഞങ്ങളുടെ ശുപാർശകരാണ് എന്നാണ്. അവർ റസൂലെ അവരോട് ചോദിക്കുക, നിങ്ങൾ അള്ളാഹുവിനെ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണോ? ഈ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. അപ്പൊ മറഞ്ഞ വഴിക്ക് ഗുണം ആഗ്രഹിച്ചോ ദോഷം ഭയപ്പെട്ടോ ചെയ്യുന്ന സകല കാര്യങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമായിരിക്കണം. നേർച്ച നേരുന്നത് അവന് മാത്രമായിരിക്കണം. പ്രതീക്ഷ ബന്ധിപ്പിക്കുന്നത് അവനിൽ മാത്രമായിരിക്കണം. ചോദ്യങ്ങളും പ്രാർത്ഥനകളും സമർപ്പണവും എല്ലാം അവന്റെ മുമ്പിലായിരിക്കണം. മറഞ്ഞ വഴിയെ ഗുണമോ ദോഷമോ ചെയ്യാൻ ഏതെങ്കിലും ശക്തിക്കോ വ്യക്തിക്കോ ബിംബത്തിനോ പ്രതിരൂപത്തിനോ കഴിയും എന്ന് കരുതുന്നത് തൗഹീദിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. ഇവർ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അവർ, അതായത് ഈ സാമാന്യ ജനം അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഏത് ശൈഖിനെയാണോ വിളിക്കുന്നത് ആ ശൈഖ്, അതാണ് ഈ പറയുന്ന അർത്ഥം. അവരുടെ അവരും നാഥനിലേക്ക് അടുക്കാൻ എന്താണ് വഴി എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരും മുഹ്യിദ്ദീൻ ശൈഖിനെയാണ് വിളിക്കുന്നതെങ്കിൽ അള്ള പറയാം ഈ ശൈഖ് അവർകളും അള്ളാഹുവിലേക്ക് അടുക്കാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം. അയ്യുഹും അഖ്റബ്, ഏറ്റവും സമീപസ്ഥർ എന്ന് കരുതുന്നവരുടെ സ്ഥിതിയാണിത്. യർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു, അവർ അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നു, അവർ അള്ളാഹുവിന്റെ ശിക്ഷ ഭയപ്പെടുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ വിട്ട് അള്ളാഹുവിലേക്ക് വേഗത്തിലെത്താൻ സാധാരണക്കാർക്ക് ഒരു കുറുക്കു വഴി എന്ന നിലക്ക് ഏതേത് മഹാന്മാരെയാണോ അവർ ഇടയാളന്മാരാക്കുന്നത് ആ ഇടയാളന്മാരാക്കപ്പെടുന്നവരും അള്ളാഹുവിലേക്ക് അടുക്കാൻ എന്താണ് വഴി എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. അൽ വസീല എന്ന് പറയുന്നത് അതിനെപ്പറ്റിയാണ്. അള്ളാഹുവിന്റെ സാമീപ്യം തേടുന്നതിനുള്ള വഴി. അള്ളാഹുവിന്റെ സാമീപ്യം തേടാൻ കുറുക്കു വഴികളില്ല. അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കാനുള്ള വഴി എന്ത് എന്ന ചോദ്യത്തിന് 23 വർഷക്കാലത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ വളരെ കൃത്യമായ ഒരു പദ്ധതി നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നു, അവരോട് നിങ്ങൾ പ്രഖ്യാപിക്കുക, ലാ യഅലമു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളവരാരും തന്നെ അൽ ഗൈബ ഇല്ലല്ലാഹ്, അദൃശ്യം അല്ലാഹുവിനല്ലാതെ ആകാശഭൂമികളിലുള്ള ആർക്കും മറഞ്ഞ വഴിയിൽ കാര്യങ്ങൾ അറിയാൻ കഴിയുകയില്ല. ഈ മഹാന്മാരായി കബറിൽ കിടക്കുന്ന ആളുകൾ എന്നാണ് അതിൽ നിന്ന് പുനരുജ്ജീവിക്കപ്പെടുക, ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുക എന്നതിനെ സംബന്ധിച്ച് അറിവില്ലാത്തവരാണ് എന്നും തുടർന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, ഇൻ തദഊഹും ലാ യസ്മഉ ദുആഹും വലൗ സമിഉ മാ തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും. ഇൻ തദഊഹും ലാ യസ്മഉ ദുആഹും, നിങ്ങൾ അവരെ വിളിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ വിളി കേൾക്കില്ല. ഇനി വലൗ സമിഉ, നീ അഥവാ കേട്ടു എന്ന് വിചാരിക്കാം, മാ തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യൂല. അതുകൊണ്ട് തന്നില്ല, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, അന്ത്യദിനത്തിൽ അവർ നിങ്ങൾ ഈ പങ്കാളികളാക്കിയതിനെ തള്ളിപ്പറയും ചെയ്യും. സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹു അല്ലാതെ ഇത്ര കൃത്യമായിട്ട് ആരാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരിക? അതുകൊണ്ട് സത്യവിശ്വാസികൾ നമ്മുടെ ആരാധന, നമ്മുടെ വിശ്വാസം, നമ്മുടെ അനുഷ്ഠാനം എന്നതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഈ കാര്യത്തിൽ പല വഴിക്കും ഗുണം കിട്ടും, പലരും രക്ഷപ്പെടുത്തും, ഇവരുടെ കുരുത്തക്കേട് കിട്ടും, അവിടുന്ന് ബർക്കത്ത് കിട്ടും എന്നിങ്ങനെ കരുതുന്നവരായി മാറാൻ പാടില്ലാത്തതാണ്.